അടിപൊളിയായി ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കാൻ ഇംഗ്ലീഷ് ഹബ് ഓഫർ പ്രൈസിനായി പ്രൊമോ കോഡ് ഡിസ്ക്രിപ്ഷനിൽ. Kitex, most convenient innerwear for ladies and gents at affordable price. ഇത് 4ാം ക്ലാസ്സിലെ ഹിന്ദി പുസ്തകമാണ്. ഇതിൽ പറയുന്ന ജാദൂഗറുടെ അടുത്തേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇത് ശരിക്കും ഒരു മജീഷ്യൻ അല്ല, പക്ഷേ ഇത് കുപ്പികളിൽ മാജിക് കാണിക്കുന്ന ഒരു ഭൂതമാണ് കേട്ടോ. ജാദൂഗർ ആരാണെന്ന് മനസ്സിലായല്ലോ. ഈ ജാദൂഗറാണ് ഈ ജാദൂഗർ. കുപ്പിയിൽ വന്ന ഭൂതമല്ല, ഇത് കുപ്പിക്കകത്ത് നിന്ന് ഭൂതം ഉണ്ടാക്കുന്ന ഭൂതമല്ല കേട്ടോ, പണം ഉണ്ടാക്കുന്ന ആളാണ് കേട്ടോ. I've been dreaming on in my head like I've seen it. A life worth living is a life with meaning. I'll do what I love till my heart stops beating. I'm feeding this demon. ജോലി ചെയ്യുന്നത് ഒരു സ്കൂൾ ടീച്ചറായിട്ടാണ്. ക്രാഫ്റ്റ് ടീച്ചർ, ആർട്ട് ടീച്ചർ അങ്ങനെ ഒന്നുമല്ല. സയൻസും ഇംഗ്ലീഷും ഒക്കെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ്. എൻ്റെ ഫുൾ ഫിഗർ മാത്രമുള്ള ഒരു പ്രസ്ഥാനമാണ്. ഞാൻ തന്നെ പറക്കണം, ഞാൻ തന്നെ കഴുകണം, ഞാൻ തന്നെ ഇതെല്ലാം ചെയ്യേണ്ടതുകൊണ്ട് കുറച്ച് സ്ലോ ആണ് എൻ്റെ പ്രോസസ്സ്. പറക്കി ബാറൊക്കെ ഇങ്ങനെ കണ്ടു കാണും, ഇവിടെ കുപ്പികളുടെ കേന്ദ്രമാണ് എന്നൊക്കെ എനിക്ക് തോന്നുന്നത്. ഞാൻ ഇങ്ങനെ നടന്നു പോകുന്നു, ആളുകളൊക്കെ വണ്ടി കൊണ്ട് നിർത്തി, കുപ്പിയല്ലേ ഒരു കൂടെ ആയത് തീരെ, ഈ കുപ്പിയൊക്കെ തരട്ടെ. നമ്മളിപ്പം ഒരു കാര്യം ചെയ്യുവാണ്, നല്ലത് പറയാൻ അവകാശമുള്ളവരെ പോലെ തന്നെ മോശം പറയാനുള്ള അവകാശം അവർക്കും ഉണ്ട്. മൊത്തത്തിൽ ഒരു ആക്രി സെറ്റപ്പ്. സ്വന്തമായിട്ട് ഒരു ആക്രി കട തുടങ്ങിയാൽ ഹാപ്പി. ഇയാളെ കുറിച്ച് ഒരുപാട് പത്രങ്ങളിലൊക്കെ വാർത്തകൾ വന്നിട്ടുണ്ട്. ഇത് നിറയെ ഈ ഭൂതത്തെക്കുറിച്ചുള്ള വാർത്തയാണ്. അപർണയെക്കുറിച്ചുള്ള ഒരുപാട് വാർത്തകൾ നിറയും. ഇത് പിന്നെ ഒരു തെലുങ്ക് ഉണ്ട്, തെലുങ്ക് പത്രം, തമിഴ് മാഗസീൻ, തമിഴ് മാഗസീൻ. ഇതിലൊക്കെ എങ്ങനെ കയറി പറ്റിയ? അവരങ്ങ് വന്ന് ചെയ്യുന്നില്ല, പക്ഷെ അവരങ്ങ് വന്നു പോയി. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ അവര് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവരങ്ങ് ചെയ്യും. സംഭവം ഈ പത്രങ്ങളിലൊക്കെ വാർത്ത വന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ കുപ്പി കൊണ്ട് വരുമാനം ഉണ്ടാക്കിയ, അതായത് കുപ്പിയിൽ ക്രൈസ് കണ്ടെത്തി അത് വരുമാനമാക്കി മാറ്റിയ ഒരാളാണ് അപർണ. അപർണയെ നേരത്തെ നിങ്ങൾക്കറിയാം. കുപ്പി എന്ന് പറയുന്ന വ്ളോഗും ചാനലും ഇൻസ്റ്റയും എല്ലാ പേജിലൂടെ, ഫേസ്ബുക്കിലും കേട്ടോ, എല്ലാത്തിലൂടെ കുറേ പൈസ ഉണ്ടാക്കുന്ന ആളാണ്. എങ്ങനെ പൈസ ഉണ്ടാക്കണമെന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഞാൻ റോഡിൽ നിന്ന് കുപ്പികളൊക്കെ പറക്കി എടുത്തിട്ട് എൻ്റെ കുപ്പി വീട്ടിൽ കൊണ്ടുവെക്കും. അതാണ് ഈ ഒരു സ്പേസ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഫ്രണ്ടിൽ എൻ്റെ വരാന്ത നിറച്ച കുപ്പിയുണ്ട്. 2 ദിവസം മുന്നേ പറക്കിയെടുത്തതല്ല, ഞാൻ ഇവിടെ സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ പറക്കി വെച്ചിട്ടുണ്ട്. ഇത് പറക്കി വെക്കുന്നത് കുറച്ച് സമയം എടുക്കുന്ന പരിപാടിയാണ്. കാരണം ഞാൻ ബ്രാൻഡ് അനുസരിച്ചാണ്, നമുക്ക് എടുക്കാനുള്ള എളുപ്പത്തിന് പെട്ടെന്ന് ബ്രാൻഡ് അനുസരിച്ചാണ് എടുത്തു വെക്കുന്നത്. അപ്പം ഇതെല്ലാം ഇനി പറക്കി വെക്കണം. ദേ ഇവിടെ ഉണ്ട് കുറച്ച് സാധനങ്ങളെല്ലാം, ഇവിടെ കുറച്ച് ബ്രാൻഡുകളെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. ബാക്കി ബ്രാൻഡുകളെല്ലാം ബ്രാൻഡ് അടിസ്ഥാനത്തിൽ ഇവിടെയും പറക്കി വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. കറക്റ്റ് നമ്മൾ ഇങ്ങനെ പറക്കി വെച്ചിട്ടുണ്ട്. റോഡിൽ നിന്ന് കിട്ടുന്ന സാധനം മാത്രമല്ല, ഇതെല്ലാം എനിക്ക് ഒരു കോളേജിൽ നിന്ന്, അവരുടെ ലാബിൽ നിന്ന് കിട്ടിയ കുറേ ആസിഡ്സ് ഒക്കെ വരുന്ന, കുറേ കെമിക്കൽസ് ഒക്കെ വരുന്ന കുറേ ബോട്ടിൽസ് ആണ്. അപ്പോൾ അതൊന്നും ഞാൻ ചെയ്ത് നശിപ്പിക്കേണ്ടെന്ന് വിചാരിച്ച് നിലവിൽ ഞാൻ അതിലൊന്നും ചെയ്തിട്ടില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ബോട്ടിൽസ്. അപ്പോൾ ഇഷ്ടമുള്ള ബോട്ടിൽസ് ഒന്നും ഞാൻ അങ്ങനെ ചെയ്ത്, ഞാൻ കുറച്ചും കൂടി ഒന്ന് ലെവലായിട്ടേ അതൊക്കെ ചെയ്യത്തോളൂ എന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇതെല്ലാം വർഷങ്ങളായിട്ട് ഞാൻ പറക്കിക്കൊണ്ട് വന്ന എൻ്റെ സ്വന്തം സമ്പാദ്യമാണ്. 500, 1000, 200, 10 അങ്ങനെ ഓരോ നോട്ടുകളാണ് ഈ ഇരിക്കുന്നത്. ഭാവിയിലെ അപർണ ശരിക്കും എത്ര രൂപ വരുമാനം ഉണ്ടാക്കും എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. നമുക്ക് മാക്സിമം ഒരു 19,000 രൂപ ഒരു മാസമൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ഒരു പോക്ക്. പക്ഷെ ഞാൻ ഇതിൻ്റെ കൂടെ ഞാൻ 2019 ഇത് ക്ലിക്കായി വരുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ BEd ചെയ്യുന്നുണ്ടായിരുന്നു. അതിന് ഇപ്പം ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫുൾ ടൈം ഞാൻ ഇതെൻ്റെ ഇപ്പോഴത്തെ അറ്റ് പ്രസന്റ് ഇതെൻ്റെ സെക്കൻഡ് പ്രയോറിറ്റിയാണ്. അതിനിടയ്ക്ക് ചോദിച്ചോട്ടെ, ഈ ജോലി ചെയ്യുന്നത് എന്ത് സ്കൂളിലാണ്? ജോലി ചെയ്യുന്നത് ഒരു സ്കൂൾ ടീച്ചറായിട്ടാണ്. ക്രാഫ്റ്റ് ടീച്ചർ, ആർട്ട് ടീച്ചർ അങ്ങനെ ഒന്നുമല്ല. സയൻസും ഇംഗ്ലീഷും ഒക്കെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ്. UP സെഷനിലാണ് ഞാൻ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇപ്പോൾ എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി. അതിൻ്റെ കാര്യങ്ങളൊക്കെ തീർത്ത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പെട്ടെന്ന്, വേറെ ഒരു പണിയില്ല കേട്ടോ, വീട്ടുപണി വേറെ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. അമ്മയാണ്. അമ്മയ്ക്കും എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് വേണ്ടേ. എന്നെ ഇപ്പം നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ ഇച്ചിരി വലുതായി എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ നോക്കുമല്ലോ. അപ്പം അമ്മയ്ക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ വീട്ടുകാരൊന്നും സഹായിക്കാറില്ല. പ്രധാനമായിട്ട് ബിസിനസ് നടക്കുന്നത് ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റയിലൂടെയും. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, അതുവഴിയാണ് നമ്മളുടെ മാർക്കറ്റിംഗ് പോകുന്നത്. സെൽഫ് പ്രൊമോഷൻ മാത്രം. ഇപ്പം എനിക്ക് കുറച്ചും കൂടി ഒന്ന്
പ്രോഗ്രസീവ് ആവുന്നതുകൊണ്ട് നമ്മൾ ഒരു വെബ്സൈറ്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ വെബ്സൈറ്റിന്റെ ഒരു സ്റ്റാർട്ടിങ്ങും ഈ ഒരു ക്യാമ്പയിനിൽ കണ്ട് ഇവിടെ കുപ്പിയിലൊക്കെ QR കോഡ് വെച്ച് അതെ അതെ. അപ്പൊ ഇത് സ്കാൻ ചെയ്താൽ ഇതിപ്പോ ഞാൻ ചേട്ടന് തരുമെന്ന് വെച്ചാൽ അപ്പൊ ചേട്ടന്റെ വീട്ടിൽ ഇരുന്നിട്ട് അയ്യോ ഇത് എവിടുന്നാന്ന് ഇതാണ് നമ്മളുടെ അതാണ് ഒരു തോട്ട് പ്രോസസ്. ഇതിനകത്തേക്ക് വരുന്നതിന് മുമ്പ് ഇപ്പൊ ഞാൻ വീഡിയോയിൽ കണ്ടിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കുട്ടികൾ ഇങ്ങനെ ഈ കുപ്പി ഉറക്കാൻ പോകുന്ന സമയത്ത് കുട്ടികൾ എന്ത് വിചാരിക്കും എന്നൊക്കെ ഉള്ള ഒരു വിചാരമൊക്കെ ഉണ്ട്. പക്ഷെ എന്ന് വിചാരിച്ചിട്ട് ആ വിചാരം ഒന്നും വിചാരിച്ചുകൊണ്ടിരിക്കില്ല. എവിടെ പോയാലും കുപ്പി നല്ലതാണെങ്കിൽ പെറുക്കിയിരിക്കും. അതാണ് കുപ്പി ആയത്. അങ്ങനെയാണ് ശരിക്കും സോഷ്യൽ മീഡിയയിൽ ഹിറ്റ് ആവുന്നത്. ഈ കുപ്പി പറക്കുന്ന സമയത്ത് ഞാൻ TTC അല്ലെങ്കിൽ DED എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട്. പ്രൈമറി സ്കൂൾ ടീച്ചർ ആവുന്ന കോഴ്സാണ്. അപ്പൊ അതിന് പോകുമ്പോഴാണ് ഞാൻ ഇങ്ങനെ ആദ്യമായിട്ട് ഇങ്ങനെ പറക്കി ബാറൊക്കെ ഇങ്ങനെ കാണും ഇവിടെ കുപ്പികളുടെ കേന്ദ്രമാണ് എന്നൊക്കെ എനിക്ക് തോന്നുന്നത്. അപ്പൊ ആദ്യമൊക്കെ ഭയങ്കര ജാള്യതയായിരുന്നു. ആളുകൾ പോകുമ്പോഴത്തേക്ക് ഇതെന്തിനാ ഈ കാട്ടിലോട്ടൊക്കെ കുറ്റിക്കാട്ടിലോട്ടൊക്കെ വലിഞ്ഞു കയറി പോകുന്നത്. അത് യൂണിഫോം ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഇട്ടിട്ട് എല്ലാവർക്കും അറിയാം ഈ ഇന്ന TTIയിലെ യൂണിഫോം ആണ് ഇതെന്നൊക്കെ അറിയുകയും ചെയ്യാം. എനിക്ക് പക്ഷെ കൺട്രോൾ കിട്ടത്തില്ല. പിന്നെ ഞാൻ ഈ ആളുകളുടെ ഒരു നോട്ടം ഒഴിവാക്കാൻ വേണ്ടി ഫ്രണ്ട്സിനോട് പറയും നിങ്ങളൊന്ന് കവർ ചെയ്ത് നിൽക്കണം കേട്ടോ, ഞാൻ ഇങ്ങനെ പോവാന്നൊക്കെ പറയും. എന്നിട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു ആദ്യം. പിന്നെ നമുക്കതൊരു ലൈസൻസ് ആയി. ആൻഡ് ഇപ്പം ഞാൻ എങ്കിലെ കൂടെ ഒക്കെ പോകുമ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ കുപ്പിയല്ലേ ഇന്നടുത്ത് കുപ്പി കിടപ്പുണ്ട് വേണോ ഞങ്ങൾ എടുത്തു തരണോ. ഞാനവിടെ നമ്മുടെ ആശ്രാമം എന്ന് പറയുന്ന കൊല്ലത്ത് അവിടെ ആണെങ്കിൽ മറ്റേ നമ്മുടെ ഈ ആൽക്കഹോളൊക്കെ വെച്ചേക്കുന്ന ഒരു സൂപ്പർ ഔട്ട്ലെറ്റ് അതെ ട്രോളി തൊട്ട് കൊണ്ടുപോയി സാധനങ്ങൾ എടുക്കുന്നത്. അപ്പൊ അതിന്റെ ഫ്രണ്ട് കൂടെ ഞാൻ ആ ഒരു റൂട്ട് പോയി ഞാൻ എന്റെ കൂടെ 2 റൗണ്ട് അടിക്കും. അപ്പൊ ഇങ്ങനെ ആരും 2-3 വട്ടം അങ്ങനെ അവസരം ഉണ്ടായിട്ടുണ്ട്, ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ഞാൻ നടന്നു പോകുന്നു ആളുകളൊക്കെ വണ്ടി കൊണ്ട് നിർത്തിയിട്ട് കുപ്പിയല്ലേ ഇപ്പൊ ഒരു പേ കൂടെ ആയത് തീരെ ഈ കുപ്പിയൊക്കെ തരട്ടെ ഇങ്ങനൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ കേൾക്കണം. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഇപ്പം എല്ലാം സെറ്റായി. ഈ ക്യൂരിയോസിറ്റിയുടെ ഭാഗമായിട്ട് ഈ ഷോപ്പിൽ കയറിയിട്ട് ഏതെങ്കിലും മനോഹരമായിട്ടുള്ള കുപ്പി അല്ലാതെ വാങ്ങിച്ചിട്ടുണ്ടോ? മദ്യം പ്രൊമോട്ട് ചെയ്യുന്നില്ല. നിങ്ങള് കുടിക്കണ്ട. നിങ്ങളിപ്പോ കൂടെ നിർത്തി ഈ പറയുന്ന പോലെ കുപ്പി നമുക്ക് കിട്ടാതെ നമ്മൾ വേറെ മീഡിയം ചൂസ് ചെയ്യും. പക്ഷെ ഇപ്പം അവൈലബിൾ ആണല്ലോ റോഡ് സൈഡ് മൊത്തം കുപ്പിയുണ്ട്. അപ്പൊ പിന്നെ തട്ടിമുട്ടി അങ്ങ് പോവാം. അങ്ങനെ ബ്രാൻഡുകളൊക്കെ പഠിച്ചോ? പ്രമുഖ ബ്രാൻഡുകളൊക്കെ അറിയാലേ? നല്ല കുപ്പി ഏത് ബ്രാൻഡിന്റെയാ? നല്ല കുപ്പി ഞാൻ ഇത്രയും നാൾ വിചാരിച്ചിരുന്ന ഈ 169 അങ്ങനെ സീസർ അങ്ങനത്തെ സാധനങ്ങളായിരുന്നു. പക്ഷെ ഈ ഇടയായിട്ട് എനിക്ക് ബോംബെ സഫയറിനോട് എനിക്കൊരു പ്രത്യേക ഒരു താല്പര്യം. ആക്ച്വലി എനിക്ക് അത് 2 എണ്ണേ കിട്ടിയിട്ടുള്ളൂ. 2 എണ്ണേ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് എനിക്ക് അതിനോടൊരു കുറച്ച് ഏറെ കിട്ടണം എന്നൊരു ആഗ്രഹമുണ്ട്. പിന്നെ അല്ലാതെ നമുക്ക് കുറെ ബ്രാൻഡ് ഉണ്ട്. അങ്ങനെ ഇപ്പൊ നമ്മള് ഈ കുറെ പിള്ളേര് പോട്ടെ 2-3 പിള്ളേരുള്ള ഒരു അമ്മയെടുത്ത് ഏത് കൊച്ചിനെ കൂടുതൽ ഇഷ്ടം എന്ന് ചോദിക്കുമ്പോൾ ഒരു വിഷമം ഉണ്ടാവത്തില്ല. അതേ അവസ്ഥയാണ് ഏത് കുപ്പിയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഡിപ്പെൻസ് ഓൺ വർക്ക്. ഇപ്പം ഇതിന് ഈ കുപ്പിയെ പറ്റത്തുള്ളൂ, ഇതിന് ഈ കുപ്പിയെ പറ്റത്തുള്ളൂ. എല്ലാവരും എന്റെ പ്രിയപ്പെട്ടവരാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ബ്രാൻഡ് നെയിം, ഇതാണ് നമ്മുടെ ലോഗോ. ഇവിടുന്ന് ഈ പുറത്തിരിക്കുന്ന കുപ്പികളെല്ലാം പെയിന്റ് അടിച്ച് ഒരു പരുവാക്കിയിട്ട് നമ്മൾ ഇതിന്റെ അകത്ത് വെക്കും. അതുപോലെ തന്നെ എനിക്ക് ഇഷ്ടമുള്ള കുറെ വെറൈറ്റി ബോട്ടിൽസ് ഉണ്ട്. അതിൽ ഞാൻ പണിയെടുക്കാറില്ല, പക്ഷെ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കാറുണ്ട്. അതെല്ലാം ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇതാണ് നമ്മളുടെ സാധനങ്ങളൊക്കെ നിരത്തി വെച്ചിരിക്കുന്ന സ്ഥലം. ഇവിടുന്ന് ഞാൻ കുറച്ച് നമ്മൾ ചെയ്ത് പഠിച്ച സാധനങ്ങളും പിന്നെ വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കുറേ സാധനങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ ആഗ്രഹം മൂത്ത് നമുക്ക് എന്തെങ്കിലും ഐഡിയ ഒക്കെ ട്രൈ ചെയ്ത് നോക്കിയ കുറേ സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. ബാക്കിയെല്ലാം കസ്റ്റമൈഡ് ആയതുകൊണ്ട് ആളുകൾ ഇഷ്ടപ്പെട്ടിട്ട് മേടിച്ചിട്ട് പോകും. ആൻഡ് ഇതാണ് എൻ്റെ ഏറ്റവും ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള പാർട്ട്. ഇത് എല്ലാം വെറൈറ്റി ബോട്ടിൽസ് ആണ്. ഒരു പീസൊക്കെ വീതം കിട്ടുന്നതെല്ലാം ഞാൻ ഇവിടെ പറക്കി വെക്കും. അപ്പം കുറേ വെറൈറ്റി ബോട്ടിൽസ് ഒക്കെ ഉണ്ട്. ഇതെൻ്റെ ഒരു ഭയങ്കര ഇഷ്ടപ്പെട്ട ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന കുറച്ച് സാധനങ്ങളാണിത്. ഇതിനെന്തെങ്കിലും പറ്റി എനിക്ക് ഭയങ്കര വിഷമമായിട്ട്. ഏറ്റവും വിലയുള്ളത് ഇതല്ല, പക്ഷേ ഏറ്റവും വലിപ്പമുള്ളത് ഇതാണ്. ഇങ്ങനെ സ്റ്റാൻഡൊക്കെ ഉണ്ട്. ഇതും എനിക്ക് ഒരാൾ ഗിഫ്റ്റ് ചെയ്തതാണ്. ഗിഫ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ഹാബിറ്റൊക്കെ ഉണ്ട് എന്നറിഞ്ഞിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് വന്ന് എടുത്തിട്ട് പോകുമോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തന്ന ഒരു കുപ്പിയാണിത്. പിന്നെ ഇവിടെ കാണിക്കാനുള്ളത് ഇതേണ്ടേ കുപ്പി പറക്കി കിട്ടിയ കുറച്ച് പുരസ്കാരങ്ങളാണ്. ആക്രി പറക്കി നേടിയ കുറച്ച് സംഭവങ്ങളാണ് ഇതൊക്കെ. നമുക്ക് അപ്പോൾ ഈ കുപ്പി ഉണ്ടാക്കുന്നതിന് മുമ്പ് എൻ്റെ ചെറിയൊരു വരുമാന മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ടെറാക്കോട്ട ജ്വല്ലറീസ് ഒക്കെ ഉണ്ടാക്കുന്നതായിരുന്നു. അതൊക്കെയാണ് ഇവിടെ കുറച്ച് കിടക്കുന്നത്. കോളേജിൽ പഠിക്കുന്ന സമയത്ത് ടീച്ചേഴ്സും പിള്ളേരും ഒക്കെ ഇത് മേടിക്കും. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഞാൻ ഈ ഒരു പരിപാടി തുടങ്ങി. നമ്മൾ വൈൻഡ് ചെയ്യുന്ന വയറില്ലേ മോട്ടറിലൊക്കെ, അപ്പം ആ വൈൻഡ് ചെയ്യുന്ന വയർ വെച്ചിട്ടുള്ള കുറച്ച് പരിപാടികളാണ് ഇതൊക്കെ. എൻ്റെ സ്കൂൾ സമയത്തെ പരിപാടികളാണ് കേട്ടോ. ഇത് ഒറിജിനൽ ആമത്തോടാണ്. ഞാൻ ആമയെ ഒന്നും എടുത്തതല്ല. താഴെ തോട്ടിൽ കളിക്കാൻ പോയപ്പോഴത്തേക്ക് അവിടെ നിന്ന് കിട്ടിയ ഒരു ആമത്തോടാണ്. 9th പഠിക്കുമ്പോൾ ഞാൻ പെയിൻറ്റ് ചെയ്ത് ഈ ഒരു പരുപ്പത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കുപ്പികൾ മാത്രമല്ല
എനിക്ക് ഇങ്ങനത്തെ കുറേ പഴയ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എനിക്കൊരു മലയാളം ടൈപ്പ് റൈറ്റർ കിട്ടി. എൻ്റെ ഒരു ഫ്രണ്ടാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു സാധനം അവിടെ ഉണ്ട്, പെട്ടെന്ന് പോയി എടുത്തിട്ട് വരാം. അങ്ങനെ പോയി പെട്ടെന്ന് പറക്കി എടുത്തുകൊണ്ട് വന്ന ഒരു സാധനമാണ് മലയാളം ടൈപ്പ് റൈറ്റർ. ഇനി ക്ലീൻ ആക്കി ഒന്ന് സെറ്റാക്കി എടുക്കണം. ഇത് ആദ്യം ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ചാക്കിക്കെട്ടി കൊണ്ടുവരുമ്പോഴത്തേക്ക് എന്തായിരുന്നു ഇവരുടെ ഒരു പ്രതികരണം? മോശം പ്രതികരണമായിരുന്നു. അപ്പം ഞാൻ ആദ്യം 1-2 പറക്കി നമ്മളൊരു രസത്തിന് എന്നാണ് അമ്മ ചെറുതിലെ തൊട്ടേ എൻ്റെ ഈ പറക്കലുകൾ കാണുന്നുണ്ട്. ഇത് ഇന്നും നല്ല തുടങ്ങിയൊന്നുമല്ല. ചെറുതിലെ എനിക്ക് കോയിൻസ് ഉണ്ടായിരുന്നു, സ്റ്റാമ്പ്, തൂവല്, പിന്നെ ആക്രി കുക്കറി എല്ലാം ഞാൻ പറക്കി എടുക്കുന്നുണ്ടായിരുന്നു. ചെറുതിലെ ഈ ഒരു ഹാബിറ്റ് ഉണ്ട്. അപ്പം കുപ്പി കൊണ്ടുവന്നപ്പോൾ ഇച്ചിരി വലിയ സാധനമുള്ളൂ, അതും വൃത്തികെട്ടായ സ്ഥലത്തു നിന്നായിരിക്കും എടുത്തുകൊണ്ടിരുന്നത്. അപ്പം ആദ്യം ഞാൻ കൊണ്ട് ഈ സോഫ അങ്ങനത്തെ അതിൻ്റെ അടിയിലൊക്കെ വെച്ചു. അപ്പം ആദ്യം വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ ആളുകളൊക്കെ ഇരിക്കുമ്പം കാലൊന്ന് ബാക്കിലോട്ട് എടുക്കുമ്പോൾ തട്ടാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് അമ്മ സീനാക്കി. എന്തുവാ ഇതങ്ങനെ, അമ്മയ്ക്കാണ് ഇച്ചിരി വൃത്തിമാനിയ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ഭയങ്കര വിഷയമായി. അങ്ങനെ ഞങ്ങളുടെ ഒരു സിസ്റ്റർ ആൻറ്റി ഉണ്ട്. സിസ്റ്റർ ആൻറ്റിയോട് പറഞ്ഞു ഇവളെന്തുവാ ഇത് കുപ്പി മൊത്തം പറക്കി കൊണ്ടുത്തോണ്ട് വരുന്നു. അപ്പോൾ ആൻറ്റി പറഞ്ഞു അയ്യോ കുപ്പിയൊന്നും പറക്കാതെ നെഗറ്റീവ് എനർജിയാ, അങ്ങനെയാ കുട്ടിച്ചാത്തം കാണും കുപ്പിക്കകത്തെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടി 2 സൈഡിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പഠിക്കുന്നുണ്ട്, അപ്പം എന്നെ നിങ്ങൾ പഠിത്തത്തിൽ മാത്രം നോക്കിയാൽ മതി, ഇത് എൻ്റെ ഇഷ്ടത്തിനുള്ള കാര്യം, അങ്ങനെ ഒന്നും ഡയലോഗ് അടിക്കേണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ ആയപ്പോഴത്തേക്ക് ആളുകൾ ഇത് സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഇവർക്ക് വേറെ നിവർത്തിയില്ല, ഇവർക്ക് സപ്പോർട്ട് ചെയ്തേ പറ്റത്തുള്ളൂ. ആരാധകര് ചെറുപ്പക്കാരൊക്കെ വരുന്നതാണ്, സുന്ദരിയായ ഒരു പെണ്ണാണ്, സോഷ്യൽ മീഡിയയുടെ താരമാണ്. അപ്പൊ കുറച്ചൊരു ആ രീതിയിലുള്ളൊരു അടുക്കൽ തുടങ്ങും. അടുക്കൽ തുടങ്ങിയിട്ട് ഒരുപക്ഷെ ഉപദേശിക്കാൻ വരുന്ന ഒരുപക്ഷെ ഈ കുപ്പിയൊക്കെ നമുക്ക് വേണോ എന്ന് ഉപദേശിച്ചാൽ, ഇല്ലെങ്കിൽ അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായോന്ന് അറിഞ്ഞൂടാ, അങ്ങനെ ഒരു കുപ്പിയൊക്കെ ഉണ്ടാക്കി നടക്കുകയാണെന്നുള്ളൊരു കുറച്ചിലായി പറയുകയാണെങ്കിൽ അയാൾ അപ്പൊ കട്ട് ചെയ്യും. അപ്പൊ കട്ട് ചെയ്യുമെന്ന് വെച്ചാൽ ഞാൻ ക്രിറ്റിസിസം ഭയങ്കരമായിട്ട് എടുക്കും. ഞാൻ ഇവര് എന്താണ് ഇങ്ങനെ പറഞ്ഞതെന്ന് ഞാനൊന്ന് മനസ്സിലാക്കും. അത് കഴിഞ്ഞിട്ട് അവരെന്നെ ഇപ്പം ഇങ്ങനെ പറയാനൊരു ഇടയുണ്ടായത് എന്റെ ക്യുപ്പി എന്ന് പറയുന്ന പ്രൊഫൈല് വഴി എന്നെ കണ്ടതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ അവരിങ്ങനെ പറയാൻ പോലും പറ്റത്തില്ല. പിന്നെ ഞാനത് കട്ട് ചെയ്യാനെന്ന് പറയുന്നത് ഇഗ്നോർ ചെയ്യുക. എങ്ങനെയാണ് ഞാൻ എൻ്റെ ആൾക്കാരെ ജഡ്ജ് ചെയ്യുന്നതെന്ന് പറയുകയില്, അളിയാ എനിക്ക് അവിടെ ഒരു കുപ്പിയുണ്ട്, നീ വരുന്നുണ്ടോ, ആടി ബാപ്പുവ. റീസെൻ്റ്ലി ഈ 2-3 പ്രപ്പോസൽ വന്നു, കെട്ടുന്നതിൻ്റെ പ്രപ്പോസൽ വന്നു. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഇതുപോലൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് അത്യാവശ്യം കുറച്ച് ആൾക്കാരൊക്കെ ഷെയർ ചെയ്ത് കൈൻഡ് ഓഫ് ഫെയർ എന്നൊക്കെ പറയാം. അങ്ങനെ അപ്പൊ അതെന്താന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ബ്രോക്കർ വന്നിരുന്നിട്ട് നമ്മുടെ ഈ പരിപാടികളൊന്നും അറിയത്തില്ല, ഈ ആളെ മാത്രമേ അറിയത്തുള്ളൂ. അപ്പൊ എന്ത് പഠിച്ചേ? BEd പഠിച്ചേ. ഓ നല്ലതാ, അപ്പൊ ടീച്ചർ ആകുമ്പോ വീട്ടിൽ കുത്തിയിരുന്ന് പിള്ളേരൊക്കെ നോക്കി 2 മാസം വെക്കേഷൻ, ഭർത്താവ്, സുഖ ജീവിതം എന്ന് പറഞ്ഞിട്ട് പുറത്താണ് പഠിച്ചത്, കേരളത്തിന് പുറത്ത്. അപ്പൊ ഞാൻ പറഞ്ഞു അല്ലല്ല ഞാൻ വീട്ടിൽ നിന്ന് പോയി എന്നെ അമ്മ എടുത്തുള്ളൂ ഇങ്ങനെയൊക്കെ പറയും. അത് അടിപൊളി, വീട്ടിൽ തന്നെ അങ്ങനെയൊക്കെ ഇരുന്നു. അപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ കഷ്ടപ്പെട്ട് എൻ്റെ ഉറക്കമുളച്ചിരുന്ന് ഞാൻ ചെയ്യുന്ന ഈ കാര്യങ്ങളൊന്നും ഇങ്ങനെ മൈൻഡ് ചെയ്യുന്നത്, ഇങ്ങനെ എന്തോ ഈ പറയുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു ഫ്രസ്ട്രേഷൻ കയറിയിട്ട് ഒരു പോസ്റ്റ് ഇട്ടു. അപ്പം അന്ന് കുറേ പേര് ഇത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഏതൊക്കെ രീതിയിലായി. ആൻഡ് ഇപ്പം പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കൊച്ചു കൊള്ളാം, കുഴപ്പമൊന്നുമില്ല, BEd ഒക്കെ ഉണ്ട്, പക്ഷേ പബ്ലിസിറ്റി കൂടിപ്പോയി, അതുകൊണ്ട് കൊച്ചിനെ വേണ്ട. പബ്ലിസിറ്റി ഉള്ളതുകൊണ്ട് കൊച്ചിനെ വേണ്ട. അതുപോലെ തന്നെ ഈ അടുത്തുള്ളതാണ്, ഞാൻ കാർ ഓടിച്ച് പോയി കുപ്പി എടുക്കുന്ന ഒരു സംഭവം ഉണ്ട്, വണ്ടി ഓടിക്കുന്ന കൊച്ചിനെയും വേണ്ട. അങ്ങനെയൊക്കെ ഉണ്ട്. എന്ത് ചെയ്യാനാണ്, നമ്മൾ എങ്ങനെയെങ്കിലും ഒരു കുപ്പി വെച്ചിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് ഫേമസ് ആവുമ്പോഴത്തേക്ക് ഫേമസ് ആയ കുഴപ്പമില്ല. അതെ, ഫേമസ് അവരെന്താണ് ഈ ചിന്തിക്കുന്നതെന്ന് അറിയത്തില്ല. ഈ അടുത്ത് വന്നൊരു ഞാൻ കൊള്ളാം, നല്ല പരിപാടി, അങ്ങനെയാണെങ്കിൽ കാറല്ലെങ്കിൽ ഞാൻ JCB ഓടിക്കും എന്ന് ഞാൻ വിചാരിച്ചു. അതായത് സ്വന്തമായി വരുമാനം ഉണ്ടാക്കുന്നത് ഒരു തെറ്റായി പോയി. സ്വന്തമായിട്ട് ഇങ്ങനത്തെയൊക്കെ പരിപാടികൾ സ്റ്റിൽ ഇപ്പൊ എല്ലാവരും ഒരു ലൈഫ് പാർട്ട്ണർ അല്ലെങ്കിൽ ഒരു നല്ല കുട്ടി കോൺസെപ്റ്റ് എപ്പോഴും ഇങ്ങനെ വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇങ്ങനെ ഇരിക്കുന്നത്. പക്ഷെ എന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരിക്കണം. അമ്മയോട് ചോദിച്ചാൽ മതി, അമ്മയാണെങ്കിൽ എന്നെ ഇങ്ങനെ മനസ്സിട്ട് അവിടെ വയ്ക്കണം എന്ന് പറഞ്ഞാൽ അവിടെ വയ്ക്കണം, ഇല്ലെങ്കിൽ ഭയങ്കര സീനാണ്. അങ്ങനെയാണ്. എന്നിട്ട് എന്തുവാണോ ഇപ്പോഴത്തെ എന്റെ ഏറ്റവും വലിയ സമസ്യ എന്ന് പറയുന്നത് സ്ഥലമില്ലായ്മയാണല്ലോ. എന്തായിരുന്നു ഇപ്പോഴത്തെ ഏറ്റവും വലിയ? ഇത് അധ്യാപകരുടെ ഒരു പ്രശ്നമാണ് കേട്ടോ, തെറ്റിദ്ധരിക്കണ്ട. ഇപ്പോഴത്തെ ഒരു ക്രൈസിസ് ഇല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം അത്രയും കരുതിയല്ല. ഇത് ഞാൻ സമസ്യ എനിക്ക് കിട്ടിയത്, ഞാൻ മഹാഭാരതം സീരിയൽ ഉണ്ടല്ലോ നമ്മളെ ട്രാൻസ്ലേറ്റ് ചെയ്തു, അതിന്റെ ഭയങ്കര ഫാനാണ്. അപ്പം ഞാൻ ഇടയ്ക്ക് അമ്മയടുത്തൊക്കെ പറയും മാതേ എനിക്ക് അല്പം ക്ഷീരം തരും എന്നൊക്കെ ഞാൻ പറയാറുണ്ട്. അതിന് കിട്ടിയതാണ് സമസ്യ എന്ന് പറഞ്ഞാല് സ്ഥലമില്ല. കാരണം ഈ വീട്ടിലൊരു ഇടവില്ല എനിക്ക്. ഞാൻ പറഞ്ഞില്ല, ഫ്രണ്ടിൽ ഇരുന്നിട്ടാണ്. പിന്നെ ഇപ്പൊ ബെഡ്റൂം ഞാൻ എന്റെ കിടപ്പാടം സാക്രിഫൈസ് ചെയ്തപ്പോഴാണ് എനിക്ക് ഒരു വർക്ക് സ്പേസ് കിട്ടിയത്.
അപ്പൊ അതുകൊണ്ട് എൻ്റെ ഒരു സ്വപ്നം എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ഹോള്, ഒരു മുകളിലും താഴെയൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല, അതിന് വലിയൊരു ഹോള്, അതിനകത്ത് ഫുൾ ഇങ്ങനെ ആക്രി, അതിന്റെ ഒരു സൈഡിൽ ഒരു ബെഡ്, പിന്നെ മൊത്തം മറ്റേ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ലൈറ്റ്സ്, എന്നിട്ട് ഇങ്ങനെ ഒരു കോഫി ഒക്കെ ഉണ്ടാക്കി മൊത്തത്തിൽ ഒരു ആക്രി സെറ്റപ്പ്. സ്വന്തമായിട്ട് ഒരു ആക്രി കട തുടങ്ങിയാൽ ഹാപ്പി. അമ്മ ഇവിടുന്ന് ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഈ അപർണയുടെ അടുത്ത് വന്നപ്പോൾ ഒരു കൗതുകമുണ്ട്. ആ കൗതുകത്തിന് വേണ്ടിയിട്ട് അപർണയോട് ഞാൻ പറഞ്ഞു, ജസ്റ്റ് എനിക്കും കൂടെ ഒന്ന് പറഞ്ഞു തരുമോ, എനിക്കിഷ്ടമുള്ള കാര്യമാണ് ഇത്, ഭയങ്കര കൗതുകം തോന്നിയിട്ടുള്ള കാര്യമാണ്. അപർണ എന്നെ പഠിപ്പിക്കാം എന്ന് പറഞ്ഞില്ല, കാരണം എന്താ വെച്ചാൽ സ്വയം പഠിക്കേണ്ടതാണ് ഇതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഒന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിച്ചു. ഞാനും കൂടെ ഒന്ന് അനുകരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു സാഹസത്തിന് മുതിരുകയാണ് കേട്ടോ. കഞ്ഞി പാറ്റിടും ഒരിക്കലും ഇല്ല. ഞാൻ ഇതിനകത്ത് ഗുരുവിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഗുരു എത്ര മാർക്ക് ഇടുമെന്ന് അറിഞ്ഞൂടാ. ഇത് പെർഫെക്റ്റ് ആയിട്ടില്ല എന്ന് എനിക്കറിയാം. ഗുരു ചെയ്തതിനകത്തൊരു പെർഫെക്ഷൻ ഉണ്ട്. ഓക്കെ, എത്ര മാർക്ക് തരും? 100-ലാണെങ്കിൽ ഒരു 80 മാർക്ക് തരാനും വേണ്ടി ഉണ്ട്. പക്ഷെ തരൂല, എന്നാലും ഒരു ഇച്ചിരി പിടിക്കണമല്ലോ, ഒരു 70 തരാം. കുറച്ച് കൂടുതൽ മാർക്ക് തരുന്ന സ്വഭാവമാണ്. ചെറിയ കുട്ടികളെ പഠിപ്പിക്കുന്നതിന്റെ ശീലമായതുകൊണ്ടാണ് എനിക്കത് ഇഷ്ടപ്പെട്ടു. കാരണം ഇത് തമ്മിലുള്ള വ്യത്യാസം നമുക്ക് തീർച്ചയായിട്ടും അറിയാം. കാരണം ഒന്ന് പെർഫക്റ്റ് ആണ്, ഒന്നെന്ന് വെച്ചാൽ അതിന്റെ ഒരു ഇമിറ്റേഷൻ മാത്രമാണ്. നമുക്ക് അനുകരിക്കാൻ തോന്നിയ ഒരു വേറൊരു ഓഫർ ഞാൻ തരാം. കുറച്ച് ഭേദപ്പെട്ട് ഇരിപ്പുണ്ട്, വേണമെങ്കിൽ അവധി വിശ്രമ വേളകൾ ഇവിടെ വന്ന ഇതൊക്കെ കഴിയുന്ന ആനന്ദകരമാക്കാനുള്ള ഒരു ജോലി ഓഫറും കൂടി ഞാൻ തരാം. അതെ, തീർച്ചയായിട്ടും. പോരെ, പൊളിയായില്ലേ? അതാ എല്ലാവരും ഇൻസ്പയർ ചെയ്യുന്ന ഒരു സ്വഭാവം ഉള്ളത് കൊണ്ടാണ് അപർണ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് അറിയാം. അത് തന്നെയാണ് അപർണയുടെ ഏറ്റവും വലിയ മിടുക്കും. അടിപൊളിയായി ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കാൻ ഇംഗ്ലീഷ് ഹബ് ഓഫർ പ്രൈസിനായി പ്രൊമോ കോഡ് ഡിസ്ക്രിപ്ഷനിൽ. Kitex, most convenient innerwear for ladies and gents at affordable price.